വയനാടിന് കൈത്താങ്ങാവാൻ ചാലക്കുടി നഗരസഭയും ജനപ്രതിനിധികളും ജീവനക്കാരും ഹരിതകർമ്മസേനയും ചേർന്ന് 15 ലക്ഷം രൂപ നൽകും. ദുരന്തത്തിന്റെ തീരാവേദന അനുഭവിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കുന്നതിന് നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും 1000 രൂപയിൽ കുറയാത്തതും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വൈസ് ചെയർപേഴ്സൺ, ചെയർമാൻ എന്നിവർ കൂടുതൽ തുകയും ഉൾപ്പെടെ ആകെ 75,000 രൂപയും സ്ഥിരം ജീവനക്കാരും, ശുചീകരണ ജീവനക്കാരും, താൽക്കാലിക ജീവനക്കാരും, ഹരിതകർമ്മ സേനാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ ഒരു ദിവസത്തെ വേതനവും ഇക്കാര്യത്തിനായി നൽകും. ഇതുകൂടാതെ കൗൺസിൽ തീരുമാനപ്രകാരം 10 ലക്ഷം രൂപ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും വിഹിതവും ഉൾപ്പെടെ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് മുഖേന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് ചെയർമാൻ എബി ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, മുൻ ചെയർമാൻ വി.ഒ. പൈലപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത്, പ്രീതി ബാബു, ആനി പോൾ, കൗൺസിലർമാരായ ഷിബു വാലപ്പൻ, വത്സൻ ചമ്പക്കര, ദീപു ദിനേശ്, സൂസി സുനിൽ, സൂസമ്മ ആന്റണി, VJ ജോജി, ബിന്ദു ശശികുമാർ, ജിതി രാജൻ, സുധ ഭാസ്കരൻ, സെക്രട്ടറി VS സന്ദീപ് കുമാർ, ജീവനക്കാരുടെ പ്രതിനിധികളായ PC സുരേഷ്, വത്സകുമാർ എന്നിവരും പങ്കെടുത്തു. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിൽ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ ചാലക്കുടി നഗരസഭ അതിൻ്റേതായ ഒരു പങ്ക് വഹിക്കണം, അതിൻ്റെ കൂടെ ഉണ്ടാകണം, അവിടെയുള്ള മനുഷ്യർക്ക് ഒരു പിന്തുണയായി, താങ്ങായി കൂടെ ഉണ്ടാകണം എന്നുള്ള ഒരു പൊതുവായ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. ചാലക്കുടി നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരുടെയും ഒരു മനസ്സ് എന്ന് പറയുന്നത് നഗരസഭയ്ക്ക് സാധിക്കുന്നത് എന്നല്ല, പരമാവധി